പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവൻ അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ അതിക്രമങ്ങളെല്ലാം മോചിച്ചു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. നമ്മുടെ അതിക്രമങ്ങളെ മോചിക്കുകയും ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന നിയമങ്ങളെയും കൈയെഴുത്തുകളെയും മായിച്ച് കാൽവരി ക്രൂശിന്മേൽ അതിനെ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ നമ്മെ സകല വാഴ്ചകൾക്കും അധികാരത്തിനും ജയോത്സവം കൊണ്ടാടുമാണ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവരാക്കി നമ്മെ തീർത്തു. ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഇരിക്കുമ്പോൾ, ആ യേശു ക്രിസ്തു നമ്മുടെ മേൽ വാഴുന്നു എങ്കിൽ നാം എന്തിനെയാ രാവിലെ സമയം ഭയപ്പെടുന്നത്? ശത്രുവിനെയോ, സാത്താൻ്റെ തന്ത്രങ്ങളെയോ, ദുഷ്ടന്മാരുടെ ചിന്തകളെയോ? പ്രിയപ്പെട്ടവരെ, സകല വാഴ്ചകൾക്കും അധികാരത്തിനും മേലായ ദൈവം, സർവത്തിനും മേലായ ദൈവം, സർവാധികാരിയായ ദൈവം, സർവശക്തിയായ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലവനായവരിൽ ഞാൻ നിങ്ങളെ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തു നമ്മിൽ പരിപൂർണനാണെങ്കിൽ ഇന്ന് നമ്മുടെ മേൽ വാഴുമെന്ന് നമ്മൾ ഭയപ്പെടുന്ന വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സാത്താന്യതന്ത്രങ്ങളാകട്ടെ, ദുഷ്ടന്റെ പോരുകളാകട്ടെ, നന്മയെയും അനുഗ്രഹങ്ങളെയും തടഞ്ഞു നിർത്തുന്ന ഏതെങ്കിലും വെല്ലുവിളികളാകട്ടെ, ഇതിൻ്റെ മേൽ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായി കാൽവരി ക്രൂശിന്മേൽ ജയം നേടി പാതാളത്തെയും മരണത്തെയും ജയിച്ച് അവൻ ജയാളിയായി തീർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവനിൽ നാം പരിപൂർണരായിരിക്കുന്നു എന്ന ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെടുക. എൻ മനമേ, നീ സ്വസ്ഥമായിരിക്കുക, യഹോവ വീണ്ടും നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഭാരമേറിയ ജീവിതാനുഭവങ്ങളെ കർത്താവിൽ സമർപ്പിക്കാൻ ദൈവാത്മാവ് പറയുന്നു. യഹോവ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമെന്ന് ഇനിയും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് ഹൃദയം കലങ്ങിയും മനസ്സിടുങ്ങിയും വേദനപ്പെട്ടുമിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കാരണം എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലവനായവനിൽ, അവൻ തലവനാണ് സകലത്തിൻ്റെയും, സർവാധികാരിയാണ്. ആയതിനാൽ അവനിൽ നാം പരിപൂർണരായിരിക്കുന്നുവെങ്കിൽ യാതൊരു ദോഷവും, ലോകത്തിൻ്റെതായ യാതൊരു പ്രതികൂല ശക്തിയും നമ്മെ അടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ സഹായിക്കും. രാവിലെ സമയം ക്രിസ്തുവിൽ പരിപൂർണരാകുവാൻ പരിശ്രമിക്കുക. ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പഠിച്ച് ദൈവീയ കൽപ്പനകളെ പ്രമാണിച്ച് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഭക്തൻ സകലത്തിൻ്റെ മേലും പരിപൂർണനായി തീരും. ആമേൻ.